ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാൻ അനുമതി നൽകിയിരിക്കുന്നു. സർക്കാരിന്റെ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ജുഡീഷ്യൽ കമ്മീഷന് നിയമപരമായ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച് സ്റ്റേ ചെയ്തിരുന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷന് തുടരാനുള്ള അനുമതി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. സർക്കാർ അപ്പീൽ നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിലുള്ള പഠനങ്ങൾ നടക്കണം എന്നുള്ളത് മുൻനിർത്തിയാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അത് പല രീതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു. കോടതിയിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല വലിയ രീതിയിലുള്ള തർക്കമുണ്ടാവുകയും സംസ്ഥാനമാകെ രാജ്യമാകെ ചർച്ച ചെയ്യുന്നു. വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ബില്ല് അവതരണ സമയത്ത് പോലും പാർലമെന്റിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കേന്ദ്രമന്ത്രിമാരടക്കം ഉയർത്തിക്കാട്ടിയിരുന്നത് മുനമ്പം വിഷയമായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഇത് വിശദമായി തന്നെ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും ചെയ്ത്. നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, പറയാം. ബിനിൽ, ഏതായാലും ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് താൽക്കാലികമായി തുടരാം എന്നതാണ്. എന്നാൽ ഈ കമ്മീഷൻ അന്തിമമായി റിപ്പോർട്ട് സമർപ്പിക്കുകയോ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നത് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ അന്തിമ ഉത്തരവിന് വിധേയമായിരിക്കും എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരം ഒരു ഉത്തരവ് അല്പസമയം മുമ്പ് പുറപ്പെടുവിച്ചത്. കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം വലിയ വിവാദമായിരുന്നു. മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദത്തിലേക്ക് പോകുന്ന സമയത്താണ് സർക്കാർ അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയും മുനമ്പം കമ്മീഷൻ നിയമിക്കുകയും ചെയ്തത്. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെയായിരുന്നു സർക്കാർ ഇതിനായി നിയോഗിച്ചത്. അദ്ദേഹത്തെ നിയമിക്കുകയും അദ്ദേഹം പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഉടൻ തന്നെയാണ് വഖഫ് സംരക്ഷണ വേദി ഹർജിയുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കമ്മീഷൻ നിയമിക്കാൻ അനുവാദമില്ല എന്നതായിരുന്നു വഖഫ് സംരക്ഷണ വേദിയുടെ അവകാശം, അല്ലെങ്കിൽ അത് നിയമപരമല്ല എന്നതായിരുന്നു. കാരണം മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നു. ഇത് പരിശോധിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ്. ഈ സമയത്ത് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ, അതായത് ഈ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് പുറത്തുള്ള ഒരു റിട്ടയർഡ് ജഡ്ജിനെ വെച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ അസാധുവാക്കണം എന്നൊരു ആവശ്യമായിരുന്നു സിംഗിൾ ബെഞ്ച് മുമ്പാകെ വഖഫ് സംരക്ഷണ വേദി ഉന്നയിച്ചത്. അത് സിംഗിൾ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ മൈൻഡ് അപ്ലൈ ചെയ്തല്ല ഇത്തരം ഒരു കമ്മീഷൻ നിയമിച്ചത്. ഇത് നിയമവിരുദ്ധമാണ് എന്നതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ സർക്കാർ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത് തൽക്കാലത്തേക്ക് ഈ കമ്മീഷൻ തുടരാം, കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാലികമായി തുടരാം. പക്ഷേ ഇതിന്റെ അന്തിമ വിധിക്ക് വിധേയമായിട്ട്, അതായത് ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ അപ്പീലിലെ അന്തിമ വിധിക്ക് വിധേയമായിട്ടായിരിക്കും മറ്റ് നടപടികൾ, അതായത് ഈ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കുന്നത്, ആ കമ്മീഷൻ റിപ്പോർട്ടിലെ തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത്. മുൻപത്തേത് വഖഫ് ഭൂമി ആണോ അല്ലെങ്കിൽ വഖഫ് ഭൂമി സംബന്ധിച്ചുള്ള വസ്തുത തർക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോടതി വിധിക്ക് വിധേയമായിരിക്കും എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയത്. സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വഖഫ് ഭൂമിയാണോ എന്നത് സംബന്ധിച്ചുള്ള തർക്കമല്ല കമ്മീഷൻ പരിഗണിക്കുന്നത്. പകരം അവിടുത്തെ മറ്റ് സംവിധാനങ്ങൾ, വഖഫ് ഭൂമി, ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നം സംബന്ധിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ സ്ഥിതി സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റ് നടപടികൾ, ഇവർക്ക് ഈ വഖഫ് ഭൂമിയാണെങ്കിൽ ഇവർക്ക് നൽകേണ്ട കോമ്പൻസേഷൻ അടക്കമുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഭാഗം കേട്ടിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ഈ കമ്മീഷൻ നിയമിച്ചത്. അല്ലാതെ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതിനല്ല. അതുകൊണ്ട് തന്നെ ഈ വഖഫ് സംരക്ഷണ വേദി ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് കഴമ്പില്ല. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ അപ്പീൽ. ഏതായാലും സർക്കാരിന് ഇപ്പോൾ താൽക്കാലികമായ ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം വഖഫ് ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാലികമായി തുടരാം എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ഷബ്ന, ഇതിലിപ്പോൾ ഈ പൊതു താല്പര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ഒരു ക്രമസമാധാന വിഷയം എന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം അന്ന് സർക്കാർ വാദമുഖങ്ങളായി മുന്നോട്ട് വെച്ചിരുന്നല്ലോ. നോക്കൂ, ഇതിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിലൊരു കമ്മ്യൂണൽ ആംഗിൾ വന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുള്ളതിനാൽ തന്നെ അതിലൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നിലനിൽക്കുന്നു എന്നുള്ള വാദം കൂടി അന്ന് ഹൈക്കോടതിയിൽ ഉയർത്തുകയും ചെയ്തിരുന്നല്ലോ സർക്കാർ. ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ എന്നതിനപ്പുറത്തേക്ക് ഇതിലിപ്പോൾ ഈ കമ്മീഷൻ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നടപടി അതെപ്പോഴാണ് ഉണ്ടാവുക? അതിൻ്റെ നിയമസാധ്യതകൾ എന്തൊക്കെയാണ്?
ബിനിൽ ഈ ജൂണിലായിരിക്കും ഇനിയിപ്പോൾ ഈ ഹർജി വീണ്ടും പരിഗണിക്കുക. നമുക്കറിയാം കോടതികൾ മധ്യവേനൽ അവധിക്ക് അടക്കുകയാണ് ഈ അടുത്ത ആഴ്ചയോടുകൂടി. അതിനുശേഷം ജൂണിലായിരിക്കും ഇതിൽ അന്തിമ വാദം അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള വാദം പൂർത്തിയാക്കി വിധി പറയുക. അന്ന് മാത്രമായിരിക്കും ജുഡീഷ്യൽ കമ്മീഷൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ത്, അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഏത് രീതിയിൽ സ്വീകരിക്കണം എന്ന രീതിയിലുള്ള ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. ഇപ്പോൾ ഏതായാലും ഈ കമ്മീഷൻ്റെ പ്രവർത്തന സമയം തീരുകയാണ്. ഈ മാസത്തോടു കൂടി കമ്മീഷന് അനുവദിച്ചിട്ടുള്ള സമയം തീരുകയാണ്. ഈ സമയത്തിനുള്ളിൽ കമ്മീഷന് പ്രവർത്തിക്കാം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. കമ്മീഷൻ ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഹിയറിങ്ങിന് വിളിപ്പിച്ചിരുന്നു. ഈ വഖഫ് സംരക്ഷണ വേദി, ഫറൂഖ് കോളേജ്, അതോടൊപ്പം തന്നെ മുനമ്പത്തെ ആളുകൾ, അത്തരത്തിലുള്ള ആളുകളോട് എല്ലാവരോടും വിശദീകരണം ചോദിക്കുകയും അതോടൊപ്പം ഇവരുടെ ഹിയറിങ്ങിന് ഉള്ള നടപടികൾ, പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിൽ പ്രാഥമിക നടപടികൾ ആക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഇത്തരം ഒരു പെറ്റീഷൻ വരുന്നത്. ഹൈക്കോടതിയിൽ ഇത്തരം ഒരു പെറ്റീഷൻ വരുന്ന സാഹചര്യത്തിൽ തന്നെ കമ്മീഷന്റെ പ്രവർത്തനം സ്വമേധയാ നിർത്തിവെച്ചിരുന്നു. കാരണം ഇത്തരം ഒരു ആശയക്കുഴപ്പം, ഒരു നിയമപ്രശ്നം ഉന്നയിക്കുന്നു. ഈ വേളയിൽ കമ്മീഷൻ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി തന്നെ തീരുമാനമെടുക്കട്ടെ എന്ന് വ്യക്തമാക്കിയാണ് കമ്മീഷൻ ഈ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഈ വിധി വന്നിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഈ വിധി വന്ന സാഹചര്യത്തിൽ കമ്മീഷന്റെ തുടർ നടപടികളുമായി കമ്മീഷന് പോകാം എന്നതാണ്. പക്ഷേ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഇത് വിശദമായ വാദം കേട്ട് അതിൽ വിധി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ സർക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ട കക്ഷികളെയോ കേസുമായി ബന്ധപ്പെട്ട ആനുകൂല്യത്തിന് അർഹരായവരോ അല്ല ഈ വഖഫ് സംരക്ഷണ വേദി. അതുകൊണ്ട് ഇവരുടെ ഹർജി തന്നെ തള്ളണം എന്നൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഹർജി തള്ളിയിട്ടില്ല. ഇതിൽ വിശദമായ വാദം ജൂണിൽ കേൾക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കാരിന് നിലവിൽ ആശ്വാസമാണ്. ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്നതാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്ത. ഷബ്ന, അതായത് ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷനെ അത് നിയമസാധുത ഇല്ല എന്നുള്ളതായിരുന്നല്ലോ ഈ ഹർജിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. വഖഫ് സംരക്ഷണ വേദി ഉൾപ്പെടെ ഹർജിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിൽ മുനമ്പം നിവാസികൾ ഉൾപ്പെടെ കക്ഷി ചേരാനുള്ള അനുമതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കമ്മീഷൻ മുനമ്പം പലതവണ സന്ദർശിക്കുകയും അവിടെയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഷബ്ന റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഈ കമ്മീഷന്റെ കാലാവധി, സർക്കാർ ഇനി സമയം നീട്ടി നൽകിയിട്ടില്ലെങ്കിൽ കമ്മീഷന്റെ കാലാവധി സ്വാഭാവികമായും അവസാനിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അധ്യക്ഷനായിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ ലഭിക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം ഈ കമ്മീഷനെ നമുക്കറിയാം വലിയ വിവാദങ്ങളുടെ സമയത്താണ്. കാരണം ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കം, അതോടൊപ്പം തന്നെ മുനമ്പത്തെ 600ഓളം കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നു, രാഷ്ട്രീയപരമായി ഇതിനെ ഉപയോഗിക്കുന്നു. പലയിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വഖഫ് പ്രശ്നം തലപൊക്കുന്ന ഒരു വേളയിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം എന്ന രീതിയിൽ തന്നെയാണ് ഈ വഖഫ് കമ്മീഷൻ നിയമിക്കുന്നത്. കാരണം ഒരു അടിയന്തര യോഗം തിരുവനന്തപുരത്ത് സർക്കാർ വിളിച്ചു ചേർത്തിരുന്നു. മന്ത്രിമാർ അടക്കമുള്ളവർ ചേർന്നും യോഗം വിളിക്കുകയും ഈ കമ്മീഷൻ നിയമിക്കാം എന്ന് തീരുമാനമാകുകയും ചെയ്തിരുന്നു. അങ്ങനെ കമ്മീഷൻ നിയമിച്ചാണ് ഈ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഒരു തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ഈ കമ്മീഷന്റെ പ്രവർത്തനം. കാരണം ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ, കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനാണ്. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസരിച്ച് സർക്കാർ തീരുമാനമെടുക്കാം എന്ന രീതിയിലായിരുന്നു സർക്കാർ മുന്നോട്ട് പോയത്. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു നിയമപ്രശ്നം വരുന്നത്. ഈ കമ്മീഷന് പ്രവർത്തന സാധുതയില്ല, നിയമപരമല്ല, ഇത്തരത്തിൽ കമ്മീഷൻ വെക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ആരോപണം വരുന്നു. അതോടുകൂടി കമ്മീഷന്റെ പ്രവർത്തനം സ്വാഭാവികമായും നിർത്തിവെക്കുകയും കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ചുരുങ്ങിയ സമയം, ഏകദേശം ഒരു മാസത്തോളം സമയമാണ് കമ്മീഷൻ മുന്നിലുള്ളത്. ഏതായാലും പ്രാഥമിക നടപടി കമ്മീഷൻ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. ഹിയറിംഗ് നോട്ടീസ് അയക്കുകയും ഹിയറിംഗിന് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മുനമ്പം സന്ദർശിച്ചിരുന്നു. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ മുനമ്പത്ത് പോവുകയും അവിടെയുള്ള ആളുകളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനി ഈ ഒരു മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ പ്രവർത്തനങ്ങൾ തുടരുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കോടതിയിൽ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു, ഈ കമ്മീഷന്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേലുള്ള ഉത്തരവോ പബ്ലിഷ് ചെയ്യുകയോ മറ്റ് നടപടികളോ ഒന്നും ഉണ്ടാകില്ല. അത് കോടതിയുടെ വിധിക്ക് വിധേയമായിട്ട് തന്നെയാണ് സർക്കാർ ചെയ്യുകയുള്ളൂ എന്ന് കോടതിയെ അറിയിച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോഴേതായാലും കമ്മീഷൻ പ്രവർത്തിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഷബ്ന, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ന്യൂസ് മലയാളമാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ, സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അധ്യക്ഷനായിട്ടുള്ള മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ
ഉത്തരവിട്ടിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ നീക്കിയിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ചെയ്തിരിക്കുന്നത്. ഷബ്ന സിയാദ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷബ്ന, ഇത് ഒരു തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡിനെ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി തന്നെ നമുക്ക് കാണാം, അല്ലേ? തീർച്ചയായും. കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാലാവധി മെയ് 27-ന് തീരുമായിരുന്നു. അതായത് മെയ് 27, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു മാസം എന്നാണ്. മെയ് 27-നാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അതിനുള്ളിൽ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇതിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കമ്മീഷൻ നിയമിച്ചപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ഈ കമ്മീഷൻ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. നിയമപ്രശ്നത്തിൽ കുടുങ്ങി കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. ഒരു പക്ഷേ ഇനിയിപ്പോൾ കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത്തരത്തിൽ കാലാവധി നീട്ടി നൽകുകയാണെങ്കിലും ഇനി ഹർജി പരിഗണിക്കുന്നത് ജൂണിലാണ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ആകുമ്പോഴേക്കും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും മറ്റു തുടർ നടപടികളിൽ കോടതിയുടെ വിധിക്ക് വിധേയമായി മറ്റു തുടർ നടപടികൾ സർക്കാരിന് സ്വീകരിക്കുകയും ചെയ്യാം. ഏതായാലും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിക്കുകയും കമ്മീഷൻ അതിൻ്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മുനമ്പത്തെ വിഷയം ഈ കമ്മീഷൻ്റെ കണ്ടെത്തലും അതോടൊപ്പം തന്നെ കമ്മീഷന്റെ പഠന റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുക. അത് മറ്റൊന്ന് ഇതിൽ എടുത്തു പറയേണ്ടത്, ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള തർക്കം അത് വഖഫ് ട്രിബ്യൂണലാണ് തീർക്കേണ്ടത് എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിനും ഒരുപക്ഷെ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് കണ്ടെത്തുന്നത് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ഫോറം അല്ല, പകരം ഈ വഖഫ് ട്രിബ്യൂണലോ കോടതികളോ ആകണം എന്നതായിരുന്നു. അതോടൊപ്പം അത് വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇന്ന് വഖഫ് ട്രിബ്യൂണൽ ഈ ഹർജി കോഴിക്കോട് പരിഗണിക്കുന്നുമുണ്ട്. ഈ വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഫാറൂഖ് കോളേജ് അടക്കമുള്ളവർ ഇതിൽ കക്ഷികളുമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയമായിരിക്കില്ല കമ്മീഷൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്നത്. പകരം ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ ഈ വഖഫ് ഭൂമിയാണ് എന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ, ഇതേത് രീതിയിലാണ് ഇത്തരത്തിൽ ഈ ഭൂമി കൈമാറ്റം ചെയ്തു വന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ വഖഫ് ഈ കമ്മീഷൻ പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഫാറൂഖ് കോളേജ് ഈ ഭൂമി ആദ്യം ഈ വഖഫ് ചെയ്തിരുന്നു എന്ന് പറയുന്ന, ഫാറൂഖ് കോളേജിന് വഖഫ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ആ വഖഫിന് ചെയ്തിരുന്ന ഭൂമി ഫാറൂഖ് കോളേജ് കൈമാറ്റം ചെയ്തതാണോ, ഈ ആളുകൾ ഇപ്പോൾ മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ ഈ ഭൂമി എങ്ങനെ എത്തി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വഖഫ് കമ്മീഷൻ പരിഗണിക്കുക. ഏതായാലും ഈ കമ്മീഷൻ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഗണിച്ച് അതിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചാലും കോടതി അനുമതി നൽകിയാൽ മാത്രമേ അതിൽ തുടർ നടപടി സ്വീകരിക്കൂ. ഏതായാലും നിലവിൽ കമ്മീഷന് പ്രവർത്തിക്കാം എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം.